നമസ്കാരം, ഞാൻ വിമൽ. ഞങ്ങളൊരു പുതിയ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാനലിന്റെ നെയിം F3 ഫുഡ് ഫൺ ഫാമിലി. ആദ്യമായി ഞങ്ങളൊരു ഫുഡ് റെസിപ്പിയാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. എല്ലാവരുടെയും നിറഞ്ഞ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വാഴയിലയിൽ പുഴുങ്ങിയ ചിക്കനാണ്. അതിനായിട്ട് ഫുൾ കോഴിയായിട്ട് വേണം നമ്മളിത് വാങ്ങാൻ. തൊലിയോടുകൂടി കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇത് നല്ല വൃത്തിയായിട്ട് ഒന്ന് വരഞ്ഞെടുക്കണം. എല്ലാ ഭാഗവും നല്ല ആഴത്തിൽ വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മസാല അത്രയും ഉള്ളിലേക്ക് കടന്ന് പിടിക്കും. ഉപ്പും എരിയും മുളകും എല്ലാം നല്ല വൃത്തിയായിട്ട് പിടിച്ചെങ്കിലേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ചിക്കൻ നല്ല വൃത്തിയായിട്ട് വരയണം. എല്ലാ ഭാഗങ്ങളിലും മസാല ആഴത്തിലേക്ക് ചെല്ലണം. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. നമ്മൾ മുളക് പൊടി 1 സ്പൂൺ മാത്രം എടുക്കുന്നത്. വേറെ മസാല കൂട്ടുന്നുണ്ട്, അതിന്റെ കൂടെ ബാക്കി മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും എടുക്കുന്നത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് ഇത്ര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇത്തിരി വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തെടുക്കണം. എന്നിട്ട് നമ്മൾ അരഞ്ഞു വെച്ചേക്കുന്ന എല്ലാ ഭാഗത്തോട്ടും ഇത് നല്ല വൃത്തിയായിട്ട് ചെല്ലണം. അകത്തോട്ട് മാക്സിമം നമ്മൾ വിരൽ ഉപയോഗിച്ച് കയറ്റി വെക്കണം, മസാല കയറ്റി വെക്കണം. എന്നാലേ ഇതെല്ലാ ഭാഗത്തും എരിയും നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ല പുറമേ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്ലേവറുകൾ ഫീൽ ചെയ്യത്തുള്ളൂ. നല്ല വൃത്തിയായിട്ട് തേച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത്, മസാല കൂട്ടാനായിട്ട് എടുക്കുന്നത്, ഒരു 3 സവാള, 3 തക്കാളിപ്പഴം, ഒരു 5-6 അല്ലി കൊച്ചുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അടുത്തതായി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല വൃത്തിയായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ പോവാണ് നമ്മൾ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സവാള ഇടുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ച കൊച്ചുള്ളി, വഴണ്ടുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ ഉള്ളിക്കകത്തോട്ട് നമ്മൾ കറിവേപ്പില ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ച തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ചെറുതായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലയൊക്കെ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ശകലം കുരുമുളക്, 1 സ്പൂൺ ഇറച്ചി മസാല. ഇതിലേക്കായിട്ട് നമുക്കിനി വാഴയില വാട്ടിയെടുക്കാം. ഈ വാട്ടിയിലയിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ചിക്കൻ എടുത്ത് വെക്കാം.
ഇനി നമുക്കൊരു ശകലം മസാല അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെക്കാം. വെന്ത മസാലയുടെ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് പൊതിയാം. ഇത് നമുക്ക് അലുമിനിയം ഫോയിലിലേക്ക് പൊതിഞ്ഞു കൊടുക്കാം. ഈ ഇല കീറി പോകും. അതുകൊണ്ട് നമുക്ക് അലുമിനിയം ഫോയിലിലേക്ക് പൊതിയാം. ഇത് പൊതിയുമ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് പൊതിയണം. കാരണം നമ്മളിത് വെന്ത് വരുമ്പോൾ ആവിയിൽ ഇതിൻ്റെ ജ്യൂസ് പുറത്ത് പോകരുത്. അന്നേരം നമുക്കിത് നല്ല ചൂടായതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് പൊതിയുമ്പോൾ ശ്രദ്ധിച്ച് പൊതിയണം. ഇത് നല്ല വൃത്തിയായി നമ്മൾ പൊതിഞ്ഞെടുത്തിരിക്കുകയാണ്. ഒന്നും ലീക്കാവാനൊന്നുമില്ല. ഇത് നമുക്ക് പൊതിഞ്ഞ് ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതിനകത്ത് ആ മഴത്തി മസാലയുടെ എല്ലാം ഫ്ലേവർ നമുക്ക് ചിക്കനിലേക്ക് കിട്ടും. നമുക്ക് ഇത് വേണമെങ്കിൽ കനലിൽ വേണമെങ്കിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഡലിക്കുട്ടകത്തിൽ നമുക്ക് വെച്ചെടുക്കാം, പുഴുങ്ങിയെടുക്കാം. നമുക്ക് സാഹചര്യവും സമയവും ഉണ്ടെങ്കിൽ കനലിൽ ചെയ്യുന്നതായിരിക്കും രസം. അതല്ലെങ്കിൽ മഴയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ സാഹചര്യങ്ങൾ നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഡലിക്കുട്ടകത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. ഇപ്പം ഏകദേശം 50 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് അഴിച്ച് നോക്കാം. നല്ല ചൂടാണ്. നല്ല മണം വരുന്നുണ്ട്. വാഴയിലേക്ക് നല്ലപോലെ വാടി നല്ലതുപോലെ വെന്തു. നല്ല ജ്യൂസിയാണ്. അതിൻ്റെ ജ്യൂസ് ഇറങ്ങി അതുപോലെ കിടപ്പുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ആവി പറക്കുന്ന ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഞാനിന്നത് ടൊമാറ്റോ റൈസിൻ്റെ കൂടാണ് സെർവ് ചെയ്യുന്നത്. ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെക്ക് ചെയ്യണം. എളുപ്പം പ്രിപ്പയർ ചെയ്യാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്